മാത്രം പോരാ, ആ മുടി എവിടെ നിന്ന് കാന്തപുരത്തിന് കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാം. കാന്തപുരത്തിന് പോലും കൃത്യമായി ആ സ്ഥലം അറിയില്ല. കാന്തപുരം കുട്ടിയെ പറഞ്ഞയച്ചാണ് ആ മുടി കൊണ്ടുവരിച്ചത്. ഞങ്ങൾ ആ കേന്ദ്രത്തിൽ നേരിട്ട് പോയി വ്യാജമുടി കൊണ്ടുവന്ന് ജനങ്ങൾക്കത് വ്യാജമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത് തിരിച്ചു പോലീസ് സ്റ്റേഷനിൽ വ്യാജ കറൻസിയെ പോലെ ഏൽപ്പിച്ചവരാണെങ്കിൽ കാന്തപുരത്തിന് ബോംബെയിലേക്ക് വഴിയറിയില്ലെങ്കിൽ കാന്തപുരത്തിന്റെ കൈപിടിച്ച് ബോംബെയിലേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാം. ആ വ്യാജമുടി ബോംബെയിൽ ആ കേന്ദ്രത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊടുത്താൽ മാത്രം പോരാ, പരസ്യമായി കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തോടും നമ്മുടെ ജീവന്റെ ജീവനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പരസ്യമായി മാപ്പ് ചോദിച്ച് പിൻവലിക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് SKSSF മക്കൾ പിൻവാങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന് ധീരമായ നിലപാട് ഇവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായി സപ്പോർട്ട് ചെയ്തോ ഈ സമരത്തെ. ഇൻഷാ അല്ലാഹ് ഈ സമരം അല്ലാഹു വിജയിപ്പിക്കും. ഹത്താ യുദ്ഹിറുഹുല്ല, ഒന്നുകിൽ അല്ലാഹു ഇത് വിജയിപ്പിക്കും, ഔ ഉഹ്ലകദൂന, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്യും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വാക്ക്, ഈ വാക്ക് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദുആയാണ് ആവശ്യം, ആത്മാർത്ഥമായ ദുആ. പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് പിൻബലം നൽകുന്നുണ്ട്. മുസ്ലിം ലീഗ് പിൻബലം നൽകുന്നുണ്ട്. CPM-ലെ പലരും പിന്തുണ നൽകുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പലരും പിൻബലം നൽകുന്നുണ്ട്. എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഈ വ്യാജന്മാരെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് കണ്ണിയത്ത് ഉസ്താദ് 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ 10,000 കൊണ്ടോട്ടിയിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യോഗ പരിപാടികൾ നമുക്ക് തുടരാം. അതേസമയം നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും തുടർന്നും സഹകരിക്കുക, ദുആ ചെയ്യുക എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വരുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ബൈക്ക് അപകടത്തിൽ നമ്മുടെ 2 പ്രവർത്തകന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അല്ലാഹു എത്രയും വേഗം അവർക്ക് പൂർണ്ണമായും ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ പക്കലേക്ക് അല്ലാഹു നല്ല അമലായി റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്തിന്റെ ഭാഗമായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ നന്ദി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.